പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യ വാർത്ത ദില്ലിയിലേക്ക്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിവാദത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ ഇന്ന് കേന്ദ്ര സർക്കാരും CJPയും നടത്താനിരിക്കുന്ന നിർണായക ചർച്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യം. നിഷ്പക്ഷ വേദിയിൽ ചർച്ച വേണമെന്ന CJP പ്രവർത്തകരുടെ ആവശ്യം അംഗീകരിച്ച് ദില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ഉച്ചയ്ക്ക് 12:30 ചർച്ച. ചർച്ചയ്ക്ക് തൊട്ടുമുമ്പ് വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കാൻ നീക്കവുമായി കേന്ദ്രം. സമരക്കാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകില്ലെന്നും ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നുമാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. അതേസമയം സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. Government is positive on not registering cases against those protesting peacefully at Jantar Mantar in Delhi and those participating in the march to the Parliament on July 20, 2026. The government has already assured threadbare discussions to find solutions to paper leaks and educational reforms for exams in the Parliament. Besides, the government is also positively considering suitable compensations for the suicide victims of recent NEET paper leaks. ये हमारे साइड से Thank you. I have my leaders from the FX body of Ladakh and the KDA were also here, and they have flown all the way from Ladakh. Grateful for that. Thank you. It will be visible one by one. After 26 days, this tastes very good, but hunger doesn't taste bad. अभी थोड़ी देर पहले केंद्रीय मंत्री JP नड्डा साहब और जितेंद्र सिंह साहब यहाँ അങ്ങനെ നിരാഹാരം അവസാനിപ്പിച്ചു വാങ്ചുക്. പക്ഷേ എങ്കിലും പാർട്ടികൾ നിരാഹാരമോ പ്രതിഷേധമോ അവസാനിപ്പിച്ചിട്ടില്ല. പ്രതിഷേധം തുടരും എന്നാണ് അഭിജിത് ദീപ്കെ പറഞ്ഞത്. ഇന്ന് 12:30 കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബിൽ നടക്കുന്ന ചർച്ചയിൽ രാജ്യം ഉറ്റുനോക്കുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ന് CJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജന്തർ മന്ദർ പരിസരത്ത് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോഴും ഇന്റർനെറ്റ് ലഭ്യമല്ല. 17 മെട്രോ സ്റ്റേഷനുകൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിക്കും. നോബൽ മാരിക്കാരൻ പ്രിയ സുനിലും ചേരുന്നു. ആദ്യം നോബലിലേക്ക്. നോബൽ, രാജ്യം ഉറ്റുനോക്കുന്നത് 12:30 കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബിൽ നടക്കുന്ന ചർച്ചയിലാണ്. അക്കാര്യത്തിൽ 3 കാര്യങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ CJPയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഒന്ന്, നിഷ്പക്ഷമായ ഒരു സ്ഥലത്ത് ചർച്ച നടക്കണം. കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബിൽ ചർച്ചയ്ക്ക് തയ്യാറായി. 2, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം ആ കുടുംബത്തിന്. അതും സർക്കാർ തത്വത്തിൽ തീരുമാനമായി. മൂന്നാമത്തത്, ഇന്നലെ പ്രധാനമന്ത്രി വന്ന് പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അടക്കം മാറ്റിയിട്ടുണ്ട്, നിയമനിർമ്മാണം കൊണ്ടുവരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സർക്കാർ അംഗീകരിച്ചിട്ടില്ല, അത് വഴങ്ങിയിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ബാക്കി ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ പാർട്ടികൾ സമരത്തിൽ നിന്ന് പിന്മാറുമോ? അരുൺ, വളരെ സാധ്യത കുറവാണ്. ഇന്നും ഇപ്പോൾ നമ്മൾ CJP വേദിയിൽ പോയപ്പോൾ അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെങ്കിൽ മാത്രമാണ് ഈ സമരത്തിന് ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. മറ്റു പല ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി തന്നെയാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ പരീക്ഷാ ക്രമക്കേടുകളൊക്കെ ആകെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കി, ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്നും ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകും. എന്താണെങ്കിലും എല്ലാവരും ഉറ്റുനോക്കുന്നത് അരുൺ പറഞ്ഞ പോലെ 12:30 നടക്കുന്ന ഈ ചർച്ചയെക്കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള തീരുമാനം വീണ്ടും എടുത്തിരിക്കുന്നു. രാവിലെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം അടക്കം ഉണ്ട് എന്ന് MP മാർ പ്രതികരിക്കുന്നുണ്ട്. നമുക്കൊപ്പമുള്ളത് കൊടിക്കുന്നിൽ സുരേഷ് MP ആണ്. ഇന്നലെ അദ്ദേഹം ഈ യാത്രയ്ക്ക് രാഹുൽ ഗാന്ധി യാത്രയിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയാണ് പ്രതിഷേധം? ഇന്ന് രാവിലെ 10:30 പാർലമെന്റിന്റെ പ്രധാന കവാടമായ മഗർദ്വാറില് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ MP മാർ പ്രതിഷേധം രേഖപ്പെടുത്തും. അതിനുശേഷം 11 മണിക്ക് ലോക്സഭയും രാജ്യസഭയും സമ്മേളിക്കുമ്പോൾ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ആത്മഹത്യപ്പെട്ട കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള പ്രക്ഷോഭത്തിന് നോട്ടീസ് ഞങ്ങൾ ലോക്സഭാ സ്പീക്കർക്കും രാജ്യസഭാ അധ്യക്ഷനും കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ ചർച്ച വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. അത് ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും ഇന്നും
സഭയ്ക്കകത്ത് രാജി തന്നെയാണോ പ്രധാനമായ ആവശ്യം? തീർച്ചയായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ മതിയാവൂ. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. കാരണം ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഒന്നാമത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രാജ്യമൊട്ടാകെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ധർമ്മേന്ദ്ര പ്രധാന് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണം. അതല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണം. ഇത് വാങ്ചുക്കിന്റെ നിരാഹാരം അദ്ദേഹം ഇന്നലെ രാത്രി അവസാനിപ്പിച്ചത് അത് എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? സോനം വാങ്ചുക്കി നിരാഹാരം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീർച്ചയായും അത് അവരാണ് വിശദീകരിക്കേണ്ടത്, നമ്മളല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിപക്ഷ പാർട്ടികൾ, ഇന്ത്യ ബ്ലോക്ക് മുന്നണി പാർട്ടികളെല്ലാം തന്നെ മുന്നോട്ട് വെച്ച ആവശ്യം, അതോടൊപ്പം തന്നെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളും ആ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്നിനും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. ഒന്നിനും പരിഹാരം കാണുവാനുള്ള ഒരു ശ്രമവും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മറിച്ച് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അടിച്ചമർത്തുക, സമരം ചെയ്യുന്ന പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക, പ്രതിപക്ഷ നേതാവിനെ പോലും റോഡിൽ വലിച്ചിഴച്ച് മൃഗീയമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇന്ന് ഡൽഹിയിലുള്ളത്. ഇന്നലെ എന്താ സംഭവിച്ചത്? 6:30 കൊണാട്ട് പ്ലേസ് അടക്കമുള്ള എല്ലാ ഷോപ്പുകളും അടച്ചിടാൻ പറഞ്ഞു. ഇന്റർനെറ്റുകളും മറ്റെല്ലാ സംവിധാനങ്ങളും ഇവിടെ പിൻവലിച്ചു. അങ്ങനെ ജനങ്ങളെ ഇരുട്ടിലാക്കുകയും അതോടൊപ്പം തന്നെ അവരെ ബന്ദികളാക്കിക്കൊണ്ടാണ് ഡൽഹി പോലീസിനെയും അർദ്ധ സൈനിക വിഭാഗത്തെയും ഡൽഹിയിലേക്ക് വിന്യസിച്ചുകൊണ്ട് ഈ സർക്കാർ ഈ സമരത്തെ നേരിടുന്നത്. രാത്രി പ്രധാനമന്ത്രി വീഡിയോ വന്നിരുന്നു, അത് കണ്ടിരുന്നു. അതെ, പ്രധാനമന്ത്രി കാരണം എന്താണ്, ഫാസ്റ്റ് ട്രാക്ക് കോടതി കൊണ്ടുവരും എന്നാണ് ഇന്നലത്തെ വീഡിയോയിൽ പ്രധാനമന്ത്രി പറയുന്നത്. യൂത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന സമ്പത്താണ്, അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ അർദ്ധരാത്രിയിലെ വീഡിയോ, ഈ വീഡിയോ കൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. ഫാസ്റ്റ് ട്രാക്ക് കോടതി ആരെ ശിക്ഷിക്കാനാണ്? ഈ ലീക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി കൊണ്ടുവരുന്നത് അതൊരു ഐവാഷാണ്. അത് ഈ സമരം ചെയ്യുന്നവരെ തണുപ്പിക്കാൻ വേണ്ടി, ഈ സമരത്തിൻ്റെ വീര്യത്തെ കുറച്ചുകൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു നിർദ്ദേശമാണ് ഫാസ്റ്റ് ട്രാക്ക് കോടതി. ഫാസ്റ്റ് ട്രാക്ക് കോടതി എത്രയോ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വന്നിരിക്കുന്നു. ആരെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ആ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലൂടെ ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് പ്രധാനമന്ത്രി രാത്രിയിൽ വന്ന് നടത്തിയ വീഡിയോ സന്ദേശം ഒരു ഐവാഷ് ആണ് എന്നുള്ളതാണ്, അത് തട്ടിപ്പാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്.